നമ്മുടെ ഈ ചെടി പൂവിട്ട് ഒരു ചെറിയ കായ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ നിങ്ങൾ പറയണേ? മനസ്സിലായോ? ഇതാണേ കുക്കുംബർ. 5 അടി ഉയരെ ഈ വള്ളിക്കുള്ളൂ. അപ്പോഴേക്കും കായകൾ നിറയെ പിടിച്ചിട്ടുണ്ട്. അടിവശം തൊട്ട് തട്ടായി മുകൾ വശം വരെ കായകൾ പിടിച്ചിട്ടുണ്ടേ. ഇത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. കായ കുറച്ച് വലുതായാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ ചെടി പൂവിട്ടിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഈ ചെടിയിൽ ഇത് ആദ്യത്തെ പൂവാണ് കേട്ടോ. നമ്മുടെ ചീരകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ചാക്കിലും ബക്കറ്റിലും നട്ട ചീരകൾ നോക്കാം. ആദ്യം മുതലേ ഞാൻ ചാണകവെള്ളം മാത്രമാണ് കേട്ടോ ചീരകൾക്ക് കൊടുത്തിട്ടുള്ളത്. ട്രേയിൽ പാകി മുളപ്പിച്ച് മാറ്റി നട്ട തൈകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പച്ചച്ചീരകൾ നിലത്ത് പാകിയതാണ് ഇതെല്ലാം. ഈ ചുവപ്പ് ചീരകളും മണ്ണിലേക്ക് നേരിട്ട് പാകിയതാണ് കേട്ടോ. അടുത്തത് കോണിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ബക്കറ്റിലും ചാക്കിലുമായി ഞാൻ 6 തൈയോളം നട്ടിട്ടുണ്ട്. ഈ കാണുന്നത് വലിയ വയലറ്റ് മുളകിൻ്റെ തൈകളാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് പോയി. ഇനി കാണുന്നത് കോളിഫ്ലവറിൻ്റെ തൈകളാണ് കേട്ടോ. കോളിഫ്ലവറും ഉണ്ട്, കാബേജും ഉണ്ട്. ഇനി കുറച്ച് പാവലിൻ്റെ തൈകൾ പടരാൻ വേണ്ടിയിട്ട് പന്തലിലേക്ക് ഞാൻ താങ്ങുകാല് കെട്ടി കൊടുക്കുകയാണേ. ഇനി ഞാൻ വയലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പയറുകളൊക്കെ നട്ടത്. കുറച്ച് ബീൻസിൻ്റെ തൈകളെല്ലാം ഞാൻ താഴെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പടരാൻ വേണ്ടിയിട്ട് കുറച്ച് കയറെല്ലാം ഇവിടെ ഞാൻ വലിച്ച് കെട്ടി കൊടുക്കുകയാണ്. താങ്ങുകാലൊക്കെ ഇവിടെ നമുക്ക് കുറവാണ്, അതുകൊണ്ട് വല കെട്ടി പടർത്തി വിടേണ്ടി വരും. ഇനിയും വേണം നമുക്ക് ഒരുപാട് കമ്പുകൾ. നമ്മുടെ പയറുകൾക്കെല്ലാം കുറേ ഉണ്ട് കുത്തി കൊടുക്കാൻ. എന്നാൽ പിന്നെ ടാറ്റാ ബൈ ബൈ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.